കഴിഞ്ഞ ദിവസം രാത്രി എൻ്റെ കൂട്ടുകാരൻ അടുത്തുള്ള ബാറിലെ മ്യൂസിക് നൈറ്റ് കാണാൻ എന്നെ ധൃതിയിൽ വിളിച്ചുകൊണ്ടുപോയി. അത്യാവശ്യം അടിച്ച് പൂസായതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഫോൺ എൻ്റെ പോക്കറ്റിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളിരുന്ന ടേബിളും ആ ബാർ മുഴുവനും ബാത്റൂമും എല്ലാം തിരഞ്ഞു നോക്കി. എനിക്കെൻ്റെ ഫോൺ ലഭിച്ചില്ല. അവസാനം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ നിന്നും എൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. കുറച്ചു സമയത്തിന് ശേഷം ആരോ ഫോൺ എടുത്തു. ചെറിയ ശബ്ദത്തിൽ പരുക്കനായി ഒന്ന് ചിരിച്ചു. എന്നിട്ട് ഫോൺ കട്ടാക്കി. ഞാൻ വീണ്ടും എൻ്റെ നമ്പറിലേക്ക് വിളിച്ചു നോക്കി. അപ്പോഴൊന്നും ആ ഫോൺ എടുത്തില്ല. ഇനി ഒരിക്കലും ആ ഫോൺ എനിക്ക് ലഭിക്കില്ല എന്ന് കരുതി ഞാൻ ബാറിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങി. വീട്ടിൽ കയറി റൂമിലെ റീഡിംഗ് ടാബിൽ നോക്കിയപ്പോൾ എൻ്റെ ഫോൺ അവിടെയുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ആ റൂമിൽ ഒറ്റക്ക് കിടന്നുറങ്ങിയിട്ടില്ല. ഇപ്പോഴും എനിക്കറിയാത്ത സത്യമാണ് അന്ന് ആ ഫോണിൽ ചിരിച്ചത് ആരാണെന്ന്. എൻ്റെ ചെറുപ്പകാലത്ത് സ്കൂളിലേക്ക് പോകുമ്പോൾ ഞാനാണ് ബസ്സിൽ കയറുന്ന അവസാനത്തെ കുട്ടി. ഒരു ദിവസം ഞാൻ ബസ്സിനായി കാത്തു നിൽക്കുമ്പോൾ സ്കൂൾ ബസ് കുട്ടികളൊന്നുമില്ലാതെ തന്നെ വന്നു. ബസ് ഡ്രൈവർ ചേട്ടൻ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു ബസ്സിൽ കയറാൻ. എനിക്കെന്തോ അസാധാരണമായി തോന്നി. ഞാൻ അയാളോട് ചോദിച്ചു, മറ്റുള്ള കുട്ടികളെല്ലാം എവിടെ പോയി? അയാൾ പറഞ്ഞു, ഇന്ന് നിന്നെയാണ് ആദ്യം എടുക്കാൻ വന്നത്. നമുക്ക് ഒരുമിച്ച് പോയി അവരെയെല്ലാം എടുക്കാം. പക്ഷേ ആ ബസ്സിൽ ഒറ്റയ്ക്ക് കയറാൻ എനിക്ക് പേടിയായി. ഞാൻ എന്തു ചെയ്യണമെന്നറിയാതെ സംശയത്തോടെ പുറത്തു തന്നെ നിന്നു. അപ്പോൾ അയാളുടെ സ്വഭാവം മാറിത്തുടങ്ങി. അയാൾ എന്നോട് ആജ്ഞാപിക്കാൻ തുടങ്ങി. ഞാൻ ബസ്സിൽ കയറില്ല എന്ന് വാശി പിടിച്ചു. അല്പസമയത്തിന് ശേഷം അയാൾ പിറകിലേക്ക് നോക്കി. എന്തോ മനസ്സിലായെന്ന പോലെ എന്നെ നോക്കി കണ്ണുരുട്ടി. എന്നിട്ട് ബസ് എടുത്തുകൊണ്ടുപോയി. അപ്പോഴേക്കും കുട്ടികളുമായി ഞാൻ പോകാറുള്ള യഥാർത്ഥ ബസ് അവിടെ വന്നു നിന്നു. ഞാൻ അതിൽ കയറി സ്കൂളിലേക്ക് പോയി. അന്ന് വൈകുന്നേരം വീട്ടുകാരോട് ഞാനിതെല്ലാം പറയുന്നതുവരെ ആരും ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു.